ബോധോദയം സിദ്ധിച്ച് ദൈവസാക്ഷാത്കാരം പ്രാപിച്ചവന് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലെങ്കിൽ സ്വീകരിക്കുക. നിങ്ങൾക്ക് ഞാൻ എല്ലാം കാണിച്ചും അറിയിച്ചും ബോധ്യമാക്കി തരാം. ഏത് പ്രധാനമന്ത്രിയായാലും ഏത് അതിൻ്റെ അപ്പുറം പ്രപഞ്ചത്തിൻ്റെ ഭൂഗോളത്തിൻ്റെ അധീപനായാലും നിങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചും അറിയിച്ചും യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി തരാം. ഓക്കെ, ഇത് തന്നെയാണ് ബാബ ഫസ്റ്റ് ഇവിടെ പറഞ്ഞത്. യഥാർത്ഥമായിട്ടുള്ള ഗുരുക്കളാണെങ്കിൽ നിങ്ങൾ കാണുക, തെറ്റായ രീതിയിലാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇത് പല സ്വാമിമാരും പല ആൾക്കാർക്കും അല്ല പല ഉസ്താദുമാരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ മുസ്ലിമായ ഒരാൾക്ക് വീട് അടുത്ത് കൊടുക്കരുത്, അത് ഹിന്ദുക്കൾക്ക് നിങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് കൊടുക്കുക. മുസ്ലിങ്ങളോട് മുസ്ലിങ്ങൾ പറയും നിങ്ങളെ പറമ്പ് നിങ്ങൾ വേറെ അന്യമതത്തിൽപ്പെട്ടവർക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത് തന്നെ പോയില്ലേ? അവിടെ ഒരു ഗുരു എന്നുള്ളത് കള്ള ഗുരുവായില്ലേ? അപ്പോ ചില ഗുരുക്കന്മാരുണ്ട് ഈ മതങ്ങളെ പോലെ തന്നെ. ഇപ്പൊ നിങ്ങളെല്ലാവരും ഈ ബാബയെ കേൾക്കാൻ വന്നവരാണ്. ഞാൻ എൻ്റെ ശിഷ്യൻ എന്ന് പറയില്ല. ഭൂമിയിലെ എല്ലാവരും എൻ്റെ സന്താന പരമ്പരകളുടെ സന്തതികളാണ്. പിന്നെ ഞാനെങ്ങനെ ഒരു വിഭാഗം ഉണ്ടാക്കി എടുക്കാം? ഞാനെങ്ങനെ കുറച്ച് ആളുകളെ എൻ്റെ ആളുകളാക്കി തീർക്കുകയാണ്? എനിക്ക് ഈ കുറച്ച് ആളുകൾ ആരുമില്ല. ഞാൻ ആ സൂര്യൻ, ആ പ്രകാശം ഞാനായിരുന്നു. എന്നെ ഈശ്വരൻ ആദ്യം ആ പ്രകാശത്തിൽ കൊണ്ടിട്ട് ഞാൻ ആ ജ്യോതിയാണ്, ഞാൻ നൂറുള്ളയാണ്. ആകാശഭൂമി പ്രകാശമായിരുന്നു ഞാൻ. ആ പ്രകാശമായ ഞാനാണ് വിത്തിലൂടെ എന്ന പോലെ മുളച്ച് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അർദ്ധനരീശ്വരനായ ശിവൻ നേരത്തെ പറഞ്ഞ ബ്രഹ്മാണ്ടമായി, ബ്രഹ്മാവായി, അർദ്ധനരീശ്വരനായി ശിവനായി, ഇലാഹായി, അശുദ്ധമല്ല ഇലാഹായി. ഇത് ശാസ്ത്രം പറഞ്ഞ പ്രപഞ്ചമായി ദൃശ്യമായത് അദൃശ്യനായ പരമാത്മാവായി ഞാനാണ് പ്രകാശമായും, ആദ്യ പ്രകാശമായും, എന്നിട്ട് അർദ്ധനരീശ്വരനായ ശിവനും ഇലാഹുമായി ഈ ബ്രഹ്മാണ്ടമായി ദൃശ്യമായ ഞാൻ ഈ ബ്രഹ്മാണ്ടമാണ്. ഞാൻ ബ്രഹ്മാവാണ്. ഞാൻ അർദ്ധനരീശ്വരനായ ശിവനാണ്. ഞാൻ അശുദ്ധമല്ല ഇലാഹാണ്. എൻ്റെ വിശാലമായ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശമായ ഞാൻ ബീജമായി വരികയും എൻ്റെ ചെറുരൂപത്തിൽ നിങ്ങൾ മനുഷ്യനെന്ന് പറഞ്ഞ ഈ സ്വരൂപം പ്രാപിച്ചു. അതിനെ ആദിമ മനുഷ്യനെന്നും ഖുർആന് ആദമും ഹവ്വ എന്നും ബൈബിളും ആദവും ഹവ്വ എന്നും പറയുന്നു. ആദിമ മനുഷ്യൻ ഭൂമിയിലെ. തുടർന്ന് ആ പ്രകാശമല്ലേ പ്രപഞ്ചമായും, ആദ്യ പ്രകാശമാണ് പ്രപഞ്ചമായും, ആ പ്രപഞ്ച ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി വന്ന് മനുഷ്യ സ്വരൂപമായും, തുടർന്ന് ആ പ്രകാശം തന്നെ ബീജാന്തരങ്ങളുടെ ജന്മാന്തരങ്ങൾ എല്ലാ മനുഷ്യരുമായി ദൃശ്യമായിരിക്കുന്നു. ആ ഏക ജ്യോതിയാണ്, ഏക പ്രബലം. ആ നൂറുള്ള തന്നെയാണ് നിങ്ങളിൽ എല്ലാവരോട്. എല്ലാം ഞാനല്ലേ, എൻ്റെതല്ലേ? പിന്നെ ഇങ്ങനെ ഞാൻ ഒരു ഭാഗത്തിൻ്റെ ആവുമ്പോൾ നിങ്ങൾ വിശ്വാസി, നിങ്ങളുടെ ഗുരുക്കന്മാരോ എൻ്റെ സ്വാമിമാരോ ശേഖന്മാരോ ഉസ്താദന്മാരെ പോലെ അല്ല ഞാൻ പ്രപഞ്ചനാഥനാണ്. എനിക്ക് ഈ ഭാഗ്യത ഇല്ല. എല്ലാവരും ഈ പ്രപഞ്ചം എന്ന ഇലാഹായ അർദ്ധനരീശ്വരന ശിവനായ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിൽ എൻ്റെ ഗർഭത്തിൽ വസിക്കുന്ന എൻ്റെ സന്താനങ്ങളാണ് നിങ്ങളെല്ലാവരും. എനിക്കൊരു ശിഷ്യഗണങ്ങളില്ല, എനിക്കൊരു വിഭാഗമില്ല. എല്ലാവരും എൻ്റേതാണ്. അതാണ് ഏകം സദ്വിപ്ര ബഹുധാവതീനെ ഭാരത ദർശനം പറഞ്ഞതും. നിങ്ങൾ അത് പാടി നടക്കും നിങ്ങൾ. പക്ഷെ നിങ്ങൾക്കറിയില്ല വസുദൈവ കുടുംബകം, ഭൂമിയിലുള്ളവരുടെ ഒരു കുടുംബമാണെന്ന് പറഞ്ഞു. എൻ്റെ കുടുംബമാണ്, നിങ്ങളുടെ കുടുംബമല്ല. നിങ്ങൾ അസുരന്മാരും സാത്താന്മാരും പിശാചുക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ എല്ലാവരും എൻ്റേതാണ്, ഞാനും എൻ്റേതുമാണ്. എനിക്ക് വിഭാഗമില്ല. പ്രപഞ്ചാധിപൻ, പ്രപഞ്ചത്തിൻ്റെ അതീതനാണ് ഞാൻ. ഓക്കെ.